ഇന്ത്യയെ ഭയപ്പെടുത്തുന്ന ബാബ വാങ്കയുടെ പ്രവചനം യാഥാർത്ഥ്യമാകുമോ? ആശങ്കയിലാണ് ലോകം മുഴുവൻ. 4 രാജ്യങ്ങളുടെ കാര്യത്തിലാണ് ബാബ വാങ്കയുടെ പ്രവചനം. ആ 4 രാജ്യങ്ങളിൽ ഇന്ത്യയുമുണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ ആശങ്കയിലാക്കുന്നത്. എന്താണ് ബാബ വാങ്കയുടെ ആ പ്രവചനം? അത് യാഥാർത്ഥ്യമായാൽ ലോകത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെ ആശ്ചര്യത്തോടെയൊക്കെ ഞെട്ടലോടെയൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണിത്. പ്രത്യേകിച്ച് ബാബ വാങ്കയെക്കുറിച്ച് നമുക്കറിയാം. അവരുടെ പ്രവചനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല എന്നുള്ളതാണ്. കൃത്യമായി കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടു കൂടി പ്രവചിച്ച് പറയുന്ന ഒരാളാണ് ബാബ വാങ്ക എന്ന് പറയുന്നത്. ബൾഗേറിയൻ ജ്യോതിഷനായ ബാബ വാങ്ക അവരുടെ പ്രവചനങ്ങളുടെ പേരിൽ പ്രശസ്തയാണ്. ബാബ വാങ്ക നടത്തിയ പല പ്രവചനങ്ങളും സത്യമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്, സംഭവിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1996 ബാബ വാങ്ക മരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ ബാബ വാങ്ക പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. 9/11 ആക്രമണം, ഡയാന രാജകുമാരിയുടെ മരണം തുടങ്ങിയവ ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2025 സംഭവിക്കാൻ പോകുമെന്ന് ബാബ വാങ്ക പറഞ്ഞ കാര്യങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാണ് എന്ന് തെളിയിക്കുന്നതെന്നാണ് ചിലർ പറയുന്നത്. മ്യാൻമറിലുണ്ടായ ശക്തമായ ഭൂചലനം എടുത്തിക്കാട്ടിയാണ് ഇവർ പറയുന്നത്. മ്യാൻമാർ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1700 ഉയർന്നു. 2025 ഭൂകമ്പം ഉണ്ടാകുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മ്യാൻമാറിലെ ഭൂകമ്പത്തോടെ ബാബ വാങ്കയുടെ 2025 പ്രവചനങ്ങളിൽ ഒന്ന് സംഭവിച്ചതായി ചിലർ പറയുന്നു. ഈ ചർച്ച ഉയർന്നു വന്നതോടെ 2025 സംഭവിക്കുമെന്ന് ബാബ വാങ്ക പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാനുള്ള അന്വേഷണവും ആരംഭിച്ചു. യൂറോപ്പിൽ ഒരു യുദ്ധമുണ്ടാകുമെന്നാണ് ബാബ വാങ്ക പ്രവചിച്ച മറ്റൊരു കാര്യം. ആഗോള സാമ്പത്തിക ദുരന്തം ഉണ്ടാകുമെന്നും മനുഷ്യരാശിയുടെ തകർച്ച ആരംഭിക്കുമെന്നും ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ വർഷവും ലോകത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിന്റെ ഒരു ഭയാനകമായ പ്രവചനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പ്രവചനം അനുസരിച്ച് ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങൾ ഒരു വലിയ പ്രതിസന്ധി നേരിടാൻ സാധ്യതയുണ്ട്. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ അനുസരിച്ച് ചില രാജ്യങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ, കടുത്ത കാലാവസ്ഥാ വ്യതിയാനം, വലിയ തോതിലുള്ള ജീവഹാനി എന്നിവ നേരിടേണ്ടി വന്നേക്കാം. ഇന്ത്യ, ചൈന, അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് ചർച്ച ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റുകൾ, കനത്ത മഴ എന്നിവ ഗുരുതരമായ നാശനഷ്ടങ്ങൾക്ക് കാരണം ആകുമെന്ന് പ്രവചനത്തിൽ പറയുന്നു. ഇന്ത്യയെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ സമീപകാലത്ത് തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, കനത്ത മഴയും ഉഷ്ണതരംഗവും മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കം എന്നിവ പൗരന്മാരുടെ ജീവിതത്തെ താറുമാറാക്കിയിട്ടുണ്ട്. അത്തരമൊരു സമയത്ത് ബാബ വാങ്കയുടെ പ്രവചനം ആശങ്കയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ചൈനയിൽ പതിവായി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ, അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ചുഴലിക്കാറ്റുകൾ, ജപ്പാനിൽ സുനാമി ഭീഷണി എന്നിവ കാരണം ഈ ഭയം വർദ്ധിച്ചു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അത്തരം പ്രവചനങ്ങളെ അന്ധമായി പിന്തുടരുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ യഥാർത്ഥ ഫലങ്ങൾ കണക്കിലെടുക്കേണ്ടത് ആവശ്യമാണ്. ആഗോളതാപനം മൂലം പ്രകൃതി ദുരന്തങ്ങളുടെ തീവ്രതയും ആവർത്തിയും വർദ്ധിച്ചു വരുന്നതായി ശാസ്ത്രജ്ഞർ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്തിലെ ഓരോ രാജ്യവും പരിസ്ഥിതി സംരക്ഷണം, ദുരന്ത നിവാരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയ്ക്കായി നടപടികൾ സ്വീകരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായം പ്രകടിപ്പിക്കുന്നു. ബാബ വാങ്കയുടെ പ്രവചനം സത്യമാകുമോ ഇല്ലയോ എന്ന് കാലം മാത്രമേ പറയൂ. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ജനങ്ങൾക്കും വിദഗ്ധർക്കുമിടയിൽ ചർച്ചയ്ക്ക് വഴിതെളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാബ വാങ്ക പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ശരിയായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പലരെയും ആശങ്കയിലാക്കുന്നത്. ബാബ വാങ്ക എന്ന് പറയുന്ന ബൾഗേറിയയിലെ പ്രശസ്തയായ പ്രവാചകയും ആത്മീയ ചികിത്സകനുമായിരുന്നു. അവരെ ബാൽക്കൻസിന്റെ നോസ്ട്രോഡ്രോമസ് എന്നാണ് വിളിച്ചിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ കാഴ്ച നഷ്ടപ്പെട്ടു. അതിനുശേഷം ഭാവി കാണാനുള്ള കഴിവ് ലഭിച്ചുവെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു.
അവർ പ്രവചിച്ച സംഭവങ്ങളിൽ ചിലത് ലോകമഹായുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ, രാഷ്ട്രീയ നേതാക്കളുടെ ഉയർച്ചയും വീഴ്ചയും, ഭാവിയിലെ സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ചായിരുന്നു. പലരും അവരുടെ പ്രവചനങ്ങൾ ശരിയാകുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ശാസ്ത്രലോകം അവരെക്കുറിച്ച് സംശയത്തിലാണ്. ആളുകൾ അവരുടെ പ്രവചനങ്ങൾ ഇന്നും ചർച്ച ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് ലോക സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ. എന്തായാലും ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ വളരെ ഭയത്തോടെയും ആശങ്കയോടെയും തന്നെയാണ് അമേരിക്കയും ഇന്ത്യയും ചൈനയും ജപ്പാനും ഒക്കെ കാണുന്നത്. കാരണം നമുക്കറിയാം, ഇന്ത്യയിലൊക്കെ മേഘവിസ്ഫോടനം, പ്രളയം, ഉരുൾപൊട്ടൽ, മഴ ഭീഷണി, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് വലിയ ആശങ്കയിലാണ് ലോകം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ബാബ വാങ്കയുടെ ഓരോ പ്രവചനത്തെയും വളരെ സൂക്ഷ്മതയോടെയാണ് നമ്മൾ നിരീക്ഷിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്ത്യക്ക് സാമ്പത്തികമായ ഒരു തിരിച്ചടി ഉണ്ടാവുകയോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിൻ്റെ രീതിയിലോ അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ, യുദ്ധത്തിൻ്റെയോ സാമ്പത്തികമായ തിരിച്ചടിയോ ഒക്കെ ഇന്ത്യക്കുണ്ടാകുമോ എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ബാബ വാങ്കയുടെ പ്രവചനങ്ങളുടെ സത്യാവസ്ഥ പലപ്പോഴും ഈ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ചൊക്കെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു വലിയ ആശങ്ക നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ആ ആശങ്ക യാഥാർത്ഥ്യമാകുമോ എന്നാണ് ശാസ്ത്രലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമായാൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നൊക്കെയുള്ളത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ അനുസരിച്ച് 2025 ഇന്ത്യയിൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. എന്നിരുന്നാലും ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ പലപ്പോഴും ലോകമെമ്പാടുമുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ അനുസരിച്ച് 2025 ലോകത്ത് പല വിനാശകരമായ ദുരന്തങ്ങളും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ബാബ വാങ്കയുടെ പല പ്രവചനങ്ങളും സത്യമായി ഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാകും എന്നുള്ള ഒരു ആശങ്കയിലാണ് ലോകം മുഴുവൻ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും സാമ്പത്തികമായ പ്രതിസന്ധികളോ യുദ്ധം പോലെയുള്ള കാര്യങ്ങളോ, കാരണം പാകിസ്ഥാനിൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുക തന്നെയാണ് നമ്മളെയൊക്കെ ഭയത്തിൽ താഴ്ത്തുന്നുണ്ട്.